അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. 25 വർഷം പൂർത്തീകരിക്കുന്ന അൽ സഖാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത്യുത്തര കേരളത്തിൻ്റെ ആത്മീയ നേതൃത്വം മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും പ്രതീകമായ അസയ്യദ് അത്താവുള്ള തങ്ങളുടെ എം.എ. അത്താവുള്ള തങ്ങളുടെ അധ്യക്ഷതയിലാണ് ഒരുപാട് മേഖലകളിൽ പ്രഗത്ഭരും പ്രശസ്തന്മാരുമായ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ സിൽവർ ജൂബിലി ആഘോഷം ഇവിടെ തുടക്കം കുറിക്കുന്നത്. വേദിയിൽ D.O. ദിനേശ് മാഷ് അടക്കമുള്ള അർസു മഞ്ചുഷാർ ക്ഷേത്രത്തിൻ്റെ പ്രതിനിധി ശ്രീ കിരനും ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട രാജേഷ് അടക്കമുള്ള മറ്റ് സയ്യദന്മാരും ഈ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യ സാരഥികളടക്കമുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഭാഷകളുടെയും കലകളുടെയും സംസ്കാരങ്ങളുടെയും സമ്പന്നതയിൽ ഒരു മിനി ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന മഞ്ചേശ്വരത്തിൻ്റെ നെറ്റിത്തടത്തിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസ മേഖലയിൽ നൂതനമായ ആവിഷ്കാരങ്ങളും മാറ്റങ്ങളും വരുന്ന ഒരു സമയത്ത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ 1000 ജമാഅത്തിന് കീഴിലുള്ള ഒരു പറ്റം നല്ല മനുഷ്യർ ഭാവിയിൽ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് മംഗലാപുരത്തെയും ദൂരപ്രദേശങ്ങളെയും ആശ്രയിക്കുന്നതിന് പകരം മൂല്യമുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിച്ച അൽ സഖാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് 25 വർഷം അതിൻ്റെ സൊസൈറ്റിക്ക് മികച്ച വിദ്യാസമ്പന്നർ സമർപ്പിച്ചുകൊണ്ട് പൂർത്തീകരിക്കുകയാണ്. ഞാനിതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്ന സമയത്ത് നേരത്തെ ബഹുമാന്യ സയ്യിദ് സൈഫുള്ള തങ്ങൾ ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചു. ഇതിൻ്റെ തീയതി നിശ്ചയിച്ചപ്പോൾ പ്രവാസ ലോകത്തുള്ള ധാരാളം ഈ കമ്മിറ്റിയുടെ സാരഥികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ബാബ സാഹിബ്, നിങ്ങൾ സ്നേഹപൂർവ്വം ടിംബർ അനീഫ് എന്ന് വിളിക്കുന്ന അദ്ദേഹം എന്നെ വിളിച്ച് 25 വർഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും 2 സ്പീക്കർമാരെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്നും അതിനൊന്ന് ശ്രമിക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൻ്റെ അതിർത്തിയാണ്. നമ്മുടെ തൊട്ടപ്പുറത്ത് UT ഖാദർ കർണാടക അസംബ്ലിയിലെ സ്പീക്കറുമാണ്. 2 പേര് പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങാക്കി മാറ്റണമെന്ന ആഗ്രഹത്തോടു കൂടി നിരന്തരമായി പരിശ്രമിച്ചുവെങ്കിലും അപ്രതീക്ഷിതമായി 2 സ്പീക്കർമാരും കർണാടക നിയമസഭാ സ്പീക്കർ ഇറ്റാലിയിൽ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഷെഡ്യൂളിൽ മാറ്റം വരികയും കേരള സ്പീക്കറിനും ഈ ഒരു ഡേറ്റിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമുക്കങ്ങനെ 2 വിശിഷ്ട അതിഥികളെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സങ്കടം ഇതിൻ്റെ ഉദ്ഘാടന വേദിയിലും മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, 25 വർഷങ്ങൾക്ക് മുമ്പ് 1000 ജമാഅത്തിൻ്റെ കീഴിൽ മികച്ച വിദ്യാഭ്യാസം നൽകാൻ ഇത്തരത്തിലുള്ള ഒരു വിദ്യാലയം തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ സാരഥികൾ സ്വപ്നം കണ്ടത് ഇന്നലകളിൽ നമുക്കറിയാം 1980കളിലാണ്
കേരളത്തിൻ്റെ പ്രവാസ ലോകത്ത് നമുക്ക് വാതിലുകൾ തുറക്കുന്നത്. ഇന്നിവിടെ ഇരിക്കുന്ന ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളോട് ഒന്ന് ചോദിച്ചാൽ 70കളിലും 80കളിലും 1000 ജമാഅത്തിൻ്റെ ചില വീടുകളിൽ നിന്ന് ഗൾഫിലേക്ക് പോയ ആളുകൾ നാട്ടിലേക്ക് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു കത്തയച്ചപ്പോൾ ആ കത്ത് വായിക്കാൻ അറിയാത്ത വീടുകളും ഒരു തലമുറയും ഒരുപാട് ദൂരമല്ലാത്ത വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പോസ്റ്റ്മാൻ കത്തുമായി വീട്ടിൽ വന്നാൽ ആ കവറ് തുറന്ന് കത്തൊന്ന് വായിപ്പിക്കാൻ വേണ്ടി അപൂർവമായി എവിടെയെങ്കിലുമുള്ള മാഷുമാരെ തേടി, വിദ്യാസമ്പന്നരെ തേടിപ്പോയ ഒരു കാലം നമ്മുടെ മുമ്പിലുണ്ട്. തിരിച്ച മകനോ ഭർത്താവിന് ഒരു മറുപടി എഴുതാൻ ദിവസങ്ങളോളം അന്ന് നമ്മുടെ മുമ്പിലുള്ള ദൂരെയുള്ള വിദ്യാസമ്പന്നന്റെ മുമ്പിൽ പോയി എൻ്റെ ഭർത്താവിന്, എൻ്റെ മകന് ഒരു മറുപടി എഴുതാൻ എഴുതി തരുമോ എന്ന് ചോദിച്ച ഒരു കാലവും നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് 25 വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഇതിൻ്റെ അലുമിനി പ്രസിഡന്റാണ് പ്രിയപ്പെട്ട മുദസ്സിർ. കേരളത്തിൻ്റെ കാലിക്കറ്റ് NIT ചകരിയിൽ നിന്ന് നൂതനമായ ഒരു ആശയവുമായി സയന്റിഫിക്കൽ മേഖലയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു പദ്ധതിയുടെ ടീമിൽ അൽസക്കാഫ് സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ആ ടീമിലുണ്ട് എന്ന് പറയുമ്പോൾ 25 വർഷം ആഘോഷിക്കുമ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ സാരഥികൾ ആദ്യകാലത്ത് കണ്ട സ്വപ്നം അത് യാഥാർത്ഥ്യമായി എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിൽ പറയാൻ കഴിയും. മുദസ്സിർ മാത്രമല്ല, ഒരുപാട് മികച്ച ഹോസ്പിറ്റലുകളിൽ മികച്ച ഡോക്ടർമാരായി ഈ കലാലയത്തിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാർത്ഥിനികളുടെ ഒരു നിര ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ മികച്ച കമ്പനികളുടെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളും ഈ വിദ്യാലയത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഉദ്ഘാടന വേദിയിൽ ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു MLA എന്ന നിലയ്ക്ക് ഒരു ആഗ്രഹം കൂടി പ്രകടിപ്പിക്കുന്നത്, 25 വർഷത്തിന് ശേഷവും ഈ വിദ്യാലയം മനോഹരമായി അതിൻ്റെ പ്രയാണം തുടരും. 50 വർഷം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഈ സ്റ്റേജിലും മുമ്പിലുമുള്ള ഞങ്ങളുടെയൊക്കെ ഫോട്ടോയിൽ നിന്ന് 50 വർഷത്തേക്ക് എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഒരു 30 വർഷത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ 5 വർഷം കൊണ്ട് അൽസക്കാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് പിറവികൊണ്ട ഒരു കുട്ടി, ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച പരീക്ഷ എന്ന് പറയുന്നത് സിവിൽ സർവീസാണ്. ഒരു IAS-കാരനോ ഒരു IPS-കാരനോ ഒരു IFS-കാരനോ ഈ വിദ്യാലയത്തിൽ പഠിച്ച ഒരു കുട്ടി നമുക്ക് അഭിമാനമായി ഉണ്ടാവട്ടെ. അതിനു വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ഈ സിൽവർ ജൂബിലിയുടെ ഭാഗമായി ബന്ധപ്പെട്ട ആളുകൾ ഒരാലോചന നടത്തണമെന്ന് നിയോജക മണ്ഡലത്തിൻ്റെ MLA എന്ന നിലയ്ക്ക് ഒരാശയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഞാൻ മറ്റുള്ള ഒരു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല, സുദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. മഗ്‌രിബിന് മുമ്പ് ഈ ഉദ്ഘാടന ചടങ്ങ് അവസാനിപ്പിക്കുകയും മഗ്‌രിബിന് ശേഷം വളരെ മനോഹരമായ ഇശൽ പരിപാടി അടക്കമുള്ള പ്രോഗ്രാമിലൂടെയാണ് ഇന്നത്തെ ഈ സിൽവർ ജൂബിലി സമാപ്തിയിലേക്ക് നീങ്ങുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്തെ കുട്ടികളല്ല നമ്മുടെ മുമ്പിലുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മൊബൈൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് സ്കൂളിൻ്റെ പടി പോലും കയറാത്ത ആ ചെറിയ കുട്ടിയാണ്. മൊബൈലിനകത്ത് പോലും നമ്മൾ കാണാത്ത സോഫ്റ്റ്വെയർ അടക്കം എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടി കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നൊരു കാര്യം, എപ്പോൾ നോക്കിയാലും മൊബൈൽ. അതിന് പകരം
വലിയ രീതിയിൽ ആ കുട്ടികൾ പ്രതീക്ഷ പകരുന്ന പുതിയ അറിവുകളുടെ ലോകത്തിലേക്കുള്ള ഒരു കുട്ടികളും ഒരു തലമുറയും നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയി നിയമസഭയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പിന്തുണയോടുകൂടി കടന്നുപോയപ്പോൾ മനസ്സ് നിറയെ ഒരാഗ്രഹമായിരുന്നു. 5 വർഷം പൂർത്തീകരിച്ച് മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ വരുമ്പോൾ അവർ ചോദിക്കുന്നു, 5 വർഷത്തിൽ മഞ്ചേശ്വരത്തേക്ക് എന്താണ് നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് റോഡുകളുടെയും ലൈറ്റുകളുടെയും കുടിവെള്ളത്തിൻ്റെയും കണക്ക് പറയുന്നതിന് പകരം ശിരസുയർത്തിക്കൊണ്ട് എന്തെങ്കിലും അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ഈ കാലയളവിൽ ഉണ്ടാക്കണമെന്നുള്ളത് മനസ്സിൽ അദമ്യമായ ഒരാഗ്രഹമായിരുന്നു. ഞാൻ MLA ആയി വരുന്നതിന് മുമ്പ് 1000 ജമാഅത്തിന്റെ കീഴിലുള്ള അൽസക്കാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിക്ക് LLBക്ക് പഠിക്കണം, ജീവിതത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ഇല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ജഡ്ജാവണം എന്ന് സ്വപ്നം കാണുന്ന ഒരു കുട്ടി LLBക്ക് പഠിക്കണമെങ്കിൽ ഒന്നെങ്കിൽ മംഗലാപുരത്തെ SDM കോളേജിനെ ആശ്രയിക്കണം, അതല്ലെങ്കിൽ ഉടുപ്പിയിലെ വൈകുണ്ഠപാളിക കോളേജിനെ ആശ്രയിക്കണം, ഉടുപ്പിയിലെ വിവേകാനന്ദ കോളേജോ കാലിക്കറ്റോ എറണാകുളമോ ബാംഗ്ലൂരോ മുംബൈയോ ആശ്രയിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. എൻ്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ചരിത്രത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യമുള്ള 1000 ജമാഅത്തിൻ്റെ കീഴിലുള്ള അൽസക്കാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും, 3.5 വർഷത്തെ കാലയളവിൽ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ പഠിച്ച ഗോവിന്ദ പൈ കോളേജിൻ്റെ തൊട്ടടുത്ത് LLMഉം LLBക്കും പഠിക്കാൻ ഒരു ലോ കോളേജ് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ലോ കോളേജ് സമർപ്പിച്ച സന്തോഷമല്ല മനസ്സിലുള്ളത്. നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു രാജ്യം വലിയ കലാപത്തിലൂടെ ആളിക്കത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിദ്യാലയങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത വിദ്യാർത്ഥികളോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞു, കുറച്ച് കുട്ടികളെ ഞാൻ കേരളത്തിൽ പഠിപ്പിക്കാൻ തയ്യാറാണെന്ന്. 20 കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വന്നു. ബന്ധപ്പെട്ട ആളുകൾ ആ കുട്ടികളോട് ചോദിച്ചു, കേരളത്തിൽ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, എന്ത് കോഴ്സ് പഠിക്കണമെന്ന് ചോദിച്ചു. 20 പേരിൽ മണിപ്പൂരിലെ ഒരു കുട്ടി പറഞ്ഞത്, എൻ്റെ ജീവിതത്തിലെ ഡ്രീം ഒരു ജഡ്ജാകണം എന്നാണ്, ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് മഞ്ചേശ്വരത്തെ ലോ കോളേജ് എന്ന് ആ കുട്ടി പറഞ്ഞു. ഇന്നലകളിൽ മഞ്ചേശ്വരത്തെ കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോയതെങ്കിൽ മണിപ്പൂരിലെ കുട്ടി നിങ്ങളുടെ MLA കൊണ്ടുവന്ന ലോ കോളേജിൽ LLBക്ക് പഠിക്കുന്ന ഒരു കാലം മഞ്ചേശ്വരത്ത് വരുന്നെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും മാറ്റത്തിലേക്ക് വിധേയമാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച തുടക്കമായി സന്തോഷത്തോടു കൂടി ഞാനതിനെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ ദിനചര്യയുടെ ഭാഗമായി സഞ്ചരിക്കുന്ന ഘട്ടങ്ങളിൽ മുഴുവനും കുട്ടികളുമായി ഏറ്റവും കൂടുതൽ സംവദിക്കുന്ന ഒരു MLA ആണ്. ഞാൻ 5-6 മാസങ്ങൾക്കും എൻ്റെ ഉപ്പളയിലെ MLA ഓഫീസിന് കീഴിൽ ഒരു പെരുന്നാളിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. ഞാനൊരു പ്രോഗ്രാമിൻ്റെ കാറിലേക്ക് കയറുന്നതിനിടയിൽ 7ാം ക്ലാസ്സിന് താഴെ പഠിക്കുന്ന ഒരു 5 കുട്ടികൾ എൻ്റെ മുമ്പിൽ പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു, എങ്ങോട്ടേക്കാണ് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് വീട്ടിലേക്കാണെന്ന് പറഞ്ഞ ആ കുട്ടികൾ. എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കും ആ കുട്ടികൾ പറഞ്ഞ ഒരു അനുഭവം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ആ കുട്ടികൾ പറഞ്ഞു, ഇന്നലത്തെ ചെറിയ പെരുന്നാളിന് ഞങ്ങളുടെ കാക്കാമാർ, ഞങ്ങളുടെ അളാപ്പന്മാർ ഞങ്ങൾക്ക് പോക്കറ്റ് മണി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ 5 പേർ അത് ശേഖരിച്ചു വെച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ആക്സിഡന്റിൽ പെട്ട് വീട്ടിൽ കിടപ്പിലാണ്. ഞങ്ങൾ ഉപ്പളയിലെ മാർക്കറ്റിൽ പോയത് അവനൊന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗിഫ്റ്റ് അവന് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ പെരുന്നാൾ പൈസ ശേഖരിച്ച് ഞങ്ങൾ ടൗണിലേക്ക് പോയതാണ്. ഞാൻ ചോദിച്ചു, ഗിഫ്റ്റ് എവിടെ? ആ കുട്ടികൾ എന്നോട് പറഞ്ഞു, ഒരു 500 രൂപ ഷോർട്ടായി, അതുകൊണ്ട് അതുകൂടി ഒന്ന്
എവിടെ നിന്ന് തരപ്പെടുത്താൻ വേണ്ടി വീട്ടിലേക്ക് മടങ്ങുന്നെന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് ആ കുട്ടികളുടെ കയ്യിലേക്ക് എൻ്റെ പോക്കറ്റിൽ നിന്ന് 500 രൂപ വെച്ചു. ആ കുട്ടികൾ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കാറിലേക്ക് മടങ്ങി. ഞാൻ ഈ കാര്യം ഈ സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ വേളയിൽ പറയാൻ കാരണം എൻ്റെ മണ്ഡലത്തിൻ്റെ അത്തരത്തിലുള്ള ഒരുപാട് ചെറിയ പ്രായത്തിൽ വിദ്യാലയമുറ്റത്ത് മനുഷ്യത്വത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വലിയ സൂചനകൾ നൽകുന്ന പുതിയ വിദ്യാലയത്തിലെ തലമുറകൾ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഡി അടക്കമുള്ള ആളുകളുണ്ട്, ബദ്രിയ കോളേജിൻ്റെ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകളുണ്ട്. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കത്തിൻ്റെ കഥ പറഞ്ഞിരുന്ന ഒരു കാലത്തിന് പരിഹാരം കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അൽ-സഖാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പിറവിയും ഉയർച്ചയും പ്രയാണവും. ബഹുമാന്യ തങ്ങൾ അധ്യക്ഷ ഭാഷണത്തിൽ പറഞ്ഞു, MLA ഉദ്ഘാടന ഭാഷണത്തിൽ എന്തെങ്കിലും ഈ സ്കൂളിന് ഒരു പ്രഖ്യാപനം നടത്തണമെന്ന് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാന്യ തങ്ങളുടെ അധ്യക്ഷ ഭാഷണത്തിൽ പറഞ്ഞു. DO ഇരിക്കുന്നുണ്ട്. MLA ഫണ്ടിൽ നിന്ന് അൽ-സഖാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഞാൻ എന്തും നൽകാൻ റെഡിയാണ്. പക്ഷേ കേരളത്തിൻ്റെ അതിൻ്റെ നിയമപരമായ ഘടനയിൽ സർക്കാർ സ്കൂളുകൾക്കും എയ്ഡഡ് സ്കൂളിനുമല്ലാതെ MLA ഫണ്ടിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും നൽകാൻ കഴിയുന്നില്ല. ഞാൻ MLA ആയ ആദ്യ വർഷം എൻ്റെ മണ്ഡലത്തിലെ 26 സ്കൂളിലേക്ക് 300 ലാപ്ടോപ്പാണ് MLA ഫണ്ടിൽ നിന്ന് നൽകിയത്. അൽ-സഖാഫ് സ്കൂളിൻ്റെ മുറ്റത്തേക്ക് വരുമ്പോഴും മനസ്സിലൊരു സ്വപ്നമുണ്ട്. അതിൻ്റെ എൻട്രൻസിൽ വളരെ മനോഹരമായ ഒരു ഐമാസ് സ്ഥാപിക്കാൻ കഴിഞ്ഞ സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി സന്തോഷത്തോടു കൂടി പങ്കുവെക്കുകയാണ്. രണ്ടാമതായി ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഈ തൊട്ടടുത്ത റോഡിൻ്റെ കാര്യമായിരിക്കാം. ആ റോഡ് തീർച്ചയായും ഓരോ അർസ് മഞ്ജുഷാര ക്ഷേത്രത്തിൻ്റെ ഉത്സവം വരുമ്പോഴും 1000 ജമാഅത്തിൻ്റെ ഉറൂസ് വരുമ്പോഴും ഇന്ത്യ ലോകത്തിന് സമർപ്പിച്ച ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ആത്മാവിൻ്റെ സന്ദേശം വിളിച്ചോതുന്ന മതേതരത്വത്തിൻ്റെ മണ്ണാണ് ഈ മണ്ണെന്ന് ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. നിയമസഭയിൽ അതൊന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു MLA ആണ്. തീർച്ചയായും നമുക്ക് ഇവിടെ നിങ്ങളുടെ മെമ്പർ ഇരിക്കുന്നുണ്ട്, മുൻ മെമ്പർ മുക്താറുണ്ട്, പ്രിയപ്പെട്ട കിരണുണ്ട്, തങ്ങളുടെ നേതൃ ജമാഅത്ത് കമ്മിറ്റിയുടെ ടീമുണ്ട്. ഞാനത് എന്നോട് പറഞ്ഞപ്പോൾ ഒരു 38 ലക്ഷം രൂപ ആ റോഡ് കൂടി ഏറ്റവും അടുത്ത നാളുകളിൽ പൂർത്തീകരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. അത് പൂർത്തിയാകുമ്പോൾ ദീർഘനാളത്തെ ഒരു ശോചനീയാവസ്ഥയാണ് പരിഹരിക്കപ്പെടുന്നത്. തീർച്ചയായും ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റിന് ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ കൃത്യമായ ഒരു സ്വപ്നമുണ്ടാകാം. +1 +2 അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രയാണങ്ങളിൽ നിങ്ങളിലൊരുവനായി നിങ്ങളുടെ കൂടെയുണ്ടാകും. സർക്കാർ സംവിധാനത്തിൽ സ്കൂളിനെ എന്തെങ്കിലും ലഭ്യമാക്കാൻ കഴിയുന്നുവെങ്കിൽ അതിന് തീർച്ചയായും തങ്ങളുടെ വാക്ക് വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് ഞാനത് പരിഹരിക്കും, ശ്രമിക്കുമെന്നുകൂടി സ്നേഹപൂർവ്വം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് കമ്മിറ്റിയുടെ റിക്വസ്റ്റ് എന്ന നിലയ്ക്ക് ജമാഅത്ത് കമ്മിറ്റിയുടെ മുമ്പിൽ ഇൻ്റർലോക്കിൻ്റെ കാര്യം കൂടി ഈ പ്രാവശ്യത്തെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയ കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് 25 വർഷത്തെ ഈ കലാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി മികച്ച രീതിയിലേക്ക് എത്തിയ മുഴുവൻ കുട്ടികളെയും ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എൻ്റെ മണ്ഡലത്തിലെ എൻ്റെ പ്രിയപ്പെട്ട 1000 ജമാഅത്തിൻ്റെ കീഴിലുള്ള അൽ-സഖാഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ 25 വർഷത്തിൻ്റെ സന്തോഷകരമായ ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം സർവശക്തന്റെ തിരുനാമത്തിൽ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. എൻ്റെ വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. താങ്ക് യു.